ഹായ് നമസ്കാരം. വീട്ടിൽ വെച്ചിട്ട് നമുക്കെങ്ങനെ സിമ്പിളായിട്ട് ചിക്കൻ മന്തി ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ മന്തിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റഫീഖ്. വെൽക്കം ടു യുവർ വ്ളോഗ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കനാണിത്. ഈ ചിക്കന് നന്നായിട്ട് വെള്ളമൊക്കെ വാരണം കേട്ടോ. വെള്ളം ഒട്ടും വേണ്ട. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്രോക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഈ ചിക്കനിലൊക്കെ ഇങ്ങനെ ഓരോ ഹോളിട്ട് കൊടുക്കാം. ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം വെച്ചാൽ ഇതിൻ്റെ എരിവും മസാലയും അതുപോലെ ഉപ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചോളും. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് വീണ്ടും കുറച്ചും കൂടി ഇടാം. ഇനി നമുക്കൊരു ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കൊക്കെ നന്നായി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിച്ചപ്പും പുതിനൊന്നും ആവശ്യം ഇല്ല ശരിക്ക്, അത് വേണ്ടവർക്ക് മാത്രം ഇടാം. അതിനുശേഷം ഒരു മാഗി സ്കൂബാണ് എടുത്തത്. അത് ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ 2 എണ്ണം തന്നെ ഇങ്ങനെ കൈകൊണ്ട് തിരുമ്പിയിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പിടാം. ഉപ്പ് അധികം വേണമെന്ന് ഇട്ടാൽ മതി, കാരണം ഈ മാഗി സ്കൂബിൽ തന്നെ നമുക്ക് ഇതേമാതിരി കുറച്ച് ഉപ്പുണ്ടാവും, സാധാരണതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2-3 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മുടെ ചെറിയ ജീരകം ഒരു 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ഫുഡ് കളറാണ് എടുത്തിട്ടുണ്ട്, റെഡ് കളറ്. ശരിക്കും ആവശ്യമില്ല, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇടാം. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഈ മസാല തേക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേറൊരു ചെമ്പ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച്, ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, പൊടിച്ചിട്ടല്ല. പിന്നെ കുറച്ച് പട്ട, കരാമ്പൂ, ഏലക്ക കൂടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഉപ്പ് അത്യാവശ്യം കുറച്ചും കൂടി കൂടുതൽ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ അരി വേവിക്കുമ്പോൾ ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ അവിടെ തിളച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി കഴുകിയിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറിലും കുതിർത്തി വെക്കണം, നന്നാവും. അതിനുശേഷം നമുക്ക് ഇനി ഈ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനിലേക്ക് 2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്, ബസ്മതി റൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തോ നോക്കാം. അരി ഇപ്പോൾ ചെറുതായിട്ടിങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കന് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ചോറിലേക്ക് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, ഞാനിവിടെ ഒരു 1/2 ലിറ്റർ എണ്ണയാണ് ഉരുളിയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ചിക്കന് ഈ എണ്ണ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മന്തി ഉണ്ടാക്കുമ്പോൾ ചിക്കനൊരു 5-10 മിനിറ്റ്, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വേവിച്ചാൽ മതി. ഇനി ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ 2 ഭാഗവും നമുക്കൊരു 5 മിനിറ്റ്, ഒരു 15 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. അത്രയും മതി. എന്താ വെച്ചാൽ നമ്മൾ ഈ ചിക്കന് ദമ്മിടുണ്ടല്ലോ, അതുകൊണ്ടാണ്. നമ്മുടെ അരിയൊക്കെ ഇവിടെ തിളച്ച് സെറ്റാവുന്നുണ്ട്. ചിക്കനിപ്പോൾ ഞാൻ ഈ ഒരു പരുവം മതി. ചിക്കൻ ഞാൻ ഇറക്കി വെച്ചു കേട്ടോ. നമുക്ക് ഈ ചിക്കനിൽ ഇങ്ങനെ ഊറി വരുന്ന ഈ എണ്ണ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിത് ലാസ്റ്റിലേക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ ചോറ് ദമ്മിടുന്ന സമയത്ത് നമുക്ക് എണ്ണ കുറച്ച് ചോറിൽ ഒഴിച്ചു കൊടുത്താൽ
ചോറൊന്നും കൂടി ഒരു സോഫ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്, വേറൊരു പാത്രം, ഇതിലാണ് ദമ്മിടുന്നത്. അപ്പോൾ നമുക്ക് ഈ ദമ്മിടുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഈ ചിക്കനും ആ ബാക്കിയുള്ള എണ്ണയും എല്ലാം പാടെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാതും ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ. ശരിക്കും ഈ ചിക്കൻ പീസ്, ചെറിയ ചിക്കൻ പീസ് ഒരിക്കലും മേടിക്കരുത്. ഇതിൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയാണ്. നമുക്ക് ഈ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ ചിക്കൻ പീസാണ് മേടിക്കേണ്ടത്. അതിനിപ്പോൾ നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് എല്ലാ ഭാഗത്തേക്കൊന്ന്, ചെമ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് സൈസാക്കി കൊടുക്കാം. ഇനിയാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ചിക്കനിൽ നിന്ന് മാറ്റി വെച്ച എണ്ണയാണത്. ആ എണ്ണ നമുക്ക് എല്ലാത്തിലും ഈ ബിരിയാണിയിലൊക്കെ ഒഴിക്കണ മാതിരി, നമ്മൾ നെയ്യ് ഒഴിക്കണ മാതിരി നമുക്ക് ഈ എണ്ണ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വലിയതൊന്നുമില്ല. ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് പച്ചമുളക്, കഴുകി വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഈ ചോറിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഞാൻ നേരത്തെ എടുത്തതിൻ്റെ ക്യാപ്സിക്കം കുറച്ച് ഉണ്ടായിരുന്ന ക്യാപ്സിക്കം കൂടി ഇതിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ബാക്കിയുണ്ടായിരുന്നു, നേരത്തെ അരിഞ്ഞ് വെച്ചില്ല, അത് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മന്തിയുടെ ഒരു സ്മെല്ല് കിട്ടാൻ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ചാർക്കോൾ, അതായത് വിറകിലെ കനലാണ്, കനലെടുത്തിട്ട് ആ കനലൊരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പുക വരുന്നുണ്ട്. ആ പുകയോട് കൂടിയിട്ട് തന്നെ നമ്മൾ വെച്ചു, ചെമ്പടച്ചു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കനലിടുന്നുണ്ട് കേട്ടോ. പിന്നെ തീ ഇന്നിപ്പോൾ ഇത് തീ നന്നായിട്ട് കുറക്കണം. തീ നമ്മൾ ഓഫ് ചെയ്യണം. ശരിക്കും നമുക്ക് കുറച്ച് തൈര് സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ ഈ തൈര് സലാഡ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി, മല്ലിച്ചപ്പ്, ക്യാരറ്റ്, പച്ചമുളക്, സവാള. ഇനി ഇതേപോലെ സവാളയും പച്ചമുളകൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. തൈര് കലക്കിയിട്ട് ഇതിലേക്ക് മേലെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. പിന്നെ മന്തിയിലേക്ക് സാധാരണ എല്ലാവരും മയനസാണ് ഉണ്ടാക്കുന്നത്. മയനസ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ പിന്നെ ഉണ്ടാക്കിയത് തക്കാളി ചട്നിയാണ്. തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് ഇവിടെ കാണിക്കാൻ പറ്റിയില്ല. ഇതിലേക്ക് വേണ്ടുന്ന തക്കാളി ചട്നി ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു 2 തക്കാളി, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി അല്ലി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, ഇത് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഒരു മിക്സിയിൽ നന്നായിട്ട് നല്ല കട്ടിക്ക് അടിച്ചെടുക്കാം. ഇത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ദമ്മ് ഒന്ന് നോക്കാൻ പോവുകയാണ്. ചോറിൻ്റെ കനലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് പരുവം. ഇനി നമുക്ക് ഈ മുകൾ ഭാഗത്തുള്ള ചോറൊക്കെ നമുക്ക് വേറൊരു തട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചോറ് ഞാനിപ്പോൾ വേറൊരു തട്ടിലേക്ക് മാറ്റുകയാണ്. ചോറ് തട്ടിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ആ അടിയിൽ കിടക്കുന്ന ആ ചിക്കനൊക്കെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നാൽ നമുക്കത് ചിക്കൻ ഉടയാണ്ട് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ചോറ് നന്നായിട്ട് ആ മസാലയിലൊന്ന് നന്നായിട്ട് മിക്സാക്കുക. ചോറിപ്പോൾ ഞാൻ നന്നായിട്ട് അടിയിലത്തെ മസാലയിൽ നന്നായിട്ട് മിക്സാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലുണ്ടാക്കിയ മന്തി കഴിച്ചിട്ട് വീട്ടിലുള്ളവരൊക്കെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അല്ലേ?